ഓം സർവീശ്വരായ നമഃ. എന്നും നമ്മൾ പറയുന്നത് പോലെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബൃഹത് ശതാവരികുളം എന്ന് പറയുന്ന ലേഹ്യത്തെക്കുറിച്ചാണ്. ആ ലേഹ്യമാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ ഉരുളിയിൽ പാകമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പറയുന്നത്. അതായത് അതിന് ഉള്ള കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സുഷുമ്നാനാഡിക്കും ഷഡാധാരത്തിനും ബലം തരുന്നതും പ്രമേഹ രോഗത്തെ ഇല്ലാതാക്കുന്നതുമാണ്. അപ്പം അതിൻ്റെ ആ ശാസ്ത്രീയ വശം ഇങ്ങനെയാണ്. സുഷുമ്നാനാഡിദേഹമധ്യേ നിൽക്കുന്നു എന്ന് അതിനന്തർസുഷിതമായിട്ട് ഓടക്കുഴല് പോലെയായി ഗുധാൽ രണ്ടങ്ങുലം ദൂർത്തം മൊഡ്രാൽ രണ്ടു ഗുലന്തത മൂലം മുറിച്ചതുപോലെ അങ്ങനെ ഗുധമൂലം ലിംഗമൂലം അവറ്റോട് സമാശ്രയിച്ചിട്ട് അധോമുഖമായി മേലോട്ടേക്ക് കപാലപത്മത്തോളം ചെന്നു മുട്ടിയിരിപ്പതിൻ അതിൻ്റെ ഉള്ളിലാകുന്നു ഷഡാധാരങ്ങളൊക്കെയും. അപ്പം ഈ 6 ആധാരങ്ങൾക്കും കഴിവുണ്ടാകാനും അതിന് ബലവത്തായിട്ടും ആണ് നമ്മളിപ്പോൾ ഈ ബൃഹത് ശതാവരികുളം കഴിക്കാൻ എല്ലാവരോടും നമ്മൾ പറയാറുള്ളത്. ആ രീതിയിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ശരീരത്തെ തണുപ്പിക്കുകയും നമ്മളിലുള്ള ദേഷ്യവും കോപവും കാമക്രോധ മോഹ മത മത്സരഡംബ അഹങ്കാരങ്ങളെ നമുക്കുണ്ടാകാൻ കാരണം നമ്മുടെ ശരീരം ചൂടുപിടിക്കുന്നതാണ്. അപ്പം ആ ചൂടിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു രസായനമാണ് ഈ ബൃഹത് ശതാവരികുളം. അപ്പം ആ ബൃഹത് ശതാവരികുളം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ചൂടിനെ അതിജീവിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ഞാൻ മുന്നും പറഞ്ഞിരുന്ന, അതായത് പ്രമേഹം 20 സൈസാണ്. അത് ഇങ്ങനെയാണ്: ഇക്ഷുമേഹം, മധുമേഹം, ശുക്ലമേഹം, ലലാമേഹം, ഇങ്ങനെ പോകുന്നുണ്ട്. ഈ മേഘങ്ങളെ 20നെയും കുറച്ച് നിയന്ത്രിച്ച് ശരീരത്തിന് നിലയ്ക്ക് നിർത്താനും ഈ പറഞ്ഞിട്ടുള്ള മൂത്രാശയ സംബന്ധമായ രോഗവും അശ്മരി അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ല്, ഇതിന് എല്ലാത്തിനും ഫലവത്തായ ഒരു ശ്രേഷ്ഠവുമായ ഒരു നല്ല ഔഷധമാണ് ഈ ബൃഹത് ശതാവരികുളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശതാവരികുളം നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ നിങ്ങൾക്കുണ്ടാക്കി നിങ്ങൾ കഴിക്കുക. ഇല്ല എങ്കിൽ എന്നെ അറിയിച്ചാൽ, അല്ല എന്നോട് പറഞ്ഞാൽ ഞാനിത് ശകലത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ, അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുള്ള നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടാൽ അത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഓരോ ഔഷധങ്ങളും പറിച്ച് നമ്മൾ തമ്മിൽ ഉണ്ടാക്കി കഴിക്കുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.